الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഹത്തിലും പരത്തിലും പരിപൂർണ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അനക്കവും അടക്കവും നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംസാരങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തീർക്കാൻ നാഥൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന ഒട്ടനവധി നന്മകളുണ്ട്. ആ നന്മകളിൽ അതിപ്രധാനമായ ഒരു നന്മയാണ് അൽ ഹയാ, ലജ്ജ. മനുഷ്യൻ ലജ്ജ ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അവന് ലജ്ജ ഉണ്ടായിരിക്കുന്നത് അവൻ ഏറ്റവും ഉന്നതനാണ് എന്നതിൻ്റെ ഒരു അർത്ഥമാണ്. അതിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. നാം എപ്പോഴും ലജ്ജ കൈമുതലാക്കുക. ഏത് കാര്യത്തിലും ലജ്ജ ഉണ്ടായിരിക്കണം. പക്ഷേ ലജ്ജ വെറുതെ നമുക്ക് കിട്ടുകയില്ല. എങ്ങനെ കിട്ടും? ലജ്ജ വാങ്ങി ചേർക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ വ്യായാമത്തിലൂടെ ഉണ്ടാവുകയില്ല. ലജ്ജ എന്ന് പറയുന്നത് അത് അല്ലാഹു തആല ഈമാനിൻ്റെ കാരണമായി നൽകുന്ന ഒരു ഉയർന്ന സ്വഭാവമാണ് ലജ്ജ, ഹയാ. അപ്പോൾ നമുക്ക് ഹദീസിലേക്ക് കടന്നാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ റജുലിൻ മിനൽ അൻസാരി വഹുവ യഅലു അഖാഹു ഫിൽ ഹയാഇ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഉഹു ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകളെ തൊട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടുത്തുകൂടി നടന്നു പോകാൻ ഇടയായി. വഹുവ യഅ്ലു അഖാഹു ഫിൽ ഹയാഇ. പക്ഷേ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ലജ്ജയുടെ വിഷയത്തിൽ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, ദഉഹു, അദ്ദേഹത്തെ വിട്ടേക്കുക. ഹയാഇനെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് നിന്ന ആളിനോട് നിങ്ങൾ ഹയാഇനെ കുറിച്ച് ഉപദേശിക്കേണ്ട, അദ്ദേഹത്തെ അങ്ങ് വിട്ടേക്കി. കാരണം ഫൈനൽ ഹയാ മിനൽ ഈമാൻ. ലജ്ജ, നാണം തോന്നുന്നത് അത് ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഈമാൻ ഉണ്ടെങ്കിലേ ലജ്ജ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈമാൻ ഇല്ലാതെ ഒരാളോട് ഉപദേശിച്ച് ലജ്ജ ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മുത്തഫഖുൻ അലഹിയായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? മുത്തഫഖുൻ അലഹിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന പരിശുദ്ധമായ ബുഖാരി ഷരീഫ്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം അർഹിക്കുന്ന മുസ്ലിം ഷരീഫ്, രണ്ടും പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളാണ്. ഈ രണ്ട് ഇമാമിയങ്ങളാണ്, മുഹദ്ദിസീങ്ങളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ അവർ രണ്ടുപേരും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ബലവത്തായ ഒരു ഹദീസാണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹയാ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം മുറുകെ പിടിക്കണം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വലിയവരായാലും കുട്ടികളായാലും അവരിൽ ഹയാ ഉണ്ടാക്കി എടുക്കണം. ആ രീതിയിൽ നാം അവരെ അവിടെ വിശ്വാസപരമായ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവരണം. മറ്റൊരു ഹദീസിൽ വാൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ. മുത്തഫഖുൻ അലൈഹി.
ഇതും മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും രണ്ടുപേരും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബുഖാരി ഗ്രന്ഥത്തിലും മുസ്ലിം ഗ്രന്ഥത്തിലും ഇത് കാണാവുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ. നബി തങ്ങൾ പറഞ്ഞു, ലജ്ജ ഒരാൾക്കുണ്ടെങ്കിൽ അത് ആ മനുഷ്യന് ധാരാളം ഖൈറുകളെ അല്ലാതെ കൊണ്ടുവരികയില്ല. ലജ്ജ ഉള്ള ഒരു മനുഷ്യന് നന്മകൾ മാത്രമേ എണ്ണി മനസ്സിലാക്കാൻ പറ്റൂ. നന്മ അല്ലാത്ത ഒന്നും അവനിൽ കാണുകയില്ല. കാരണം അവൻ ലജ്ജ ഉള്ളത് കൊണ്ട് അവനിൽ എല്ലാവിധ നന്മകളെയും അത് വലിച്ചു കൊണ്ടുവരും. പക്ഷേ ലജ്ജയില്ലെങ്കിലോ അവനിൽ ഒരു നന്മയും കാണാൻ സാധ്യമല്ല. ലജ്ജയാണ് മനുഷ്യനെ ഏതാണ്ടൊക്കെ മുക്കാൽ ഭാഗവും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് ലജ്ജയാണ്. നമ്മുടെ സംസാരത്തിൽ നമുക്ക് ലജ്ജ വേണം, നമ്മുടെ നോട്ടത്തിൽ നമുക്ക് ലജ്ജ വേണം, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ലജ്ജ വേണം. ഒരാളുടെ എന്തെങ്കിലും സംസാരത്തിൽ മോശമായ കാര്യം വന്നാൽ അത് ലജ്ജയുള്ള ആളാണെങ്കിൽ അത് കേൾക്കാൻ നിൽക്കുകയില്ല. മറ്റൊരാളെ ചീത്ത വിളിച്ചുകൊണ്ട് നിന്നാൽ ലജ്ജയുള്ള ഒരു മനുഷ്യൻ അത് കേൾക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുകയില്ല, സ്ഥലം വിട്ട് കളയും. കാരണം അവൻ ലജ്ജയാണ്. ചീത്ത വിളിക്കുന്നത് കേൾക്കുന്നത് തന്നെ ലജ്ജയാണ്. അപ്പോൾ അവനിൽ ചീത്തവിളി അവനിൽ നിന്നുണ്ടാവുകയില്ല. കേൾക്കുന്നത് തന്നെ ഒരു ലജ്ജാപരമായി കാണുകയും അവിടെ നിന്ന് സ്ഥലം വിട്ടുകളയും ചെയ്യുന്ന ആളുടെ നാവിൽ നിന്ന് ഒരു ചീത്ത വരികയില്ല. അപ്പം അത്രത്തോളം അവന് സൂക്ഷ്മത ഉണ്ട് എന്നാണ്. അതേപോലെ മറ്റൊരു മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടി വളഞ്ഞു പിടിക്കുക. ഈ സമയത്ത് ഈമാനുള്ള ലജ്ജയുള്ള ഒരാളുണ്ടെങ്കിൽ അവിടെ ചാടി വീണിട്ട് ഒരിക്കലും ചെയ്യരുതത് എന്ന് പറഞ്ഞവനെ വിലക്കുകയും അവിടെ ഒരടി കാണാൻ നിൽക്കാതെ അവരെ രണ്ടുപേരെയും രണ്ട് ഭാഗത്തേക്ക് രമ്യമായി നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നത് കാണാൻ പറ്റും. അതും ലജ്ജ കാരണമായിട്ടാണ് ഈ ഒരു നന്മ ഈ മനുഷ്യനിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ മോശമായ പ്രവൃത്തികളും മോശമായ വാക്കുകളൊന്നും ലജ്ജയുള്ള മനുഷ്യരിൽ നിന്ന് കാണാൻ ഒരിക്കലും സാധ്യമല്ല. وعن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال الإيمان بضع وسبعون أو بضع وستون شعبة فأفضلها قول لا إله إلا الله وأدناها إماطة الأذى عن الطريق والحياء شعبة من الإيمان. ഇതും മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. വളരെയധികം ബലപ്പെട്ട അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഒരു രീതിയിലും മാറ്റി നിർത്താൻ സാധിക്കാത്ത അത്രത്തോളം ഉത്തമമായ ഹദീസ്. എന്താ അതിൽ പറയുന്നത്? അൽ ഈമാനു ബിളുഉം വസബൂന, 70 പരം ശാഖകളുണ്ട്. ഈമാൻ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളെ 70 പരം ശാഖകളുണ്ട്. അതല്ലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞത് ഔ ബിളുഉം വസിത്തൂന ശുഅബ, 60 പരം ശാഖകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് കുറഞ്ഞതെടുത്താലും 60 പരം ശാഖകളുണ്ട് ഈമാൻ. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാൽ അതിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വചനമാണ് ഈമാൻ്റെ ശാഖകളിൽ അതിപ്രധാനവും ഏറ്റവും ഉയർന്നതുമായത്. അപ്പോൾ അത് പറയുന്നതിലൂടെയാണല്ലോ നമ്മൾ മുഅ്മിനീങ്ങളും ഈമാനുള്ളവരാകുന്നത്. എന്നാൽ ആ 60 അല്ലെങ്കിൽ 70 ശാഖകളിൽ വെച്ച് ഏറ്റവും താഴേക്കിടവുള്ളത്, ഏറ്റവും അവസാനത്തെ പടി, ഈമാൻ്റെ അവസാനത്തെ പടി, അത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴികളിൽ കിടക്കുന്ന മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കുന്ന വസ്തുക്കളെ നീക്കം ചെയ്ത് വഴി സുരക്ഷിതത്വം ഉള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലജ്ജ എന്നത് ഈമാൻ്റെ ശാഖയിൽപ്പെട്ടതാണ്. ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ടതാണ് ലജ്ജ. അപ്പോൾ ഇത്രത്തോളം ലജ്ജയ്ക്ക് ഇസ്ലാമിൽ വലിയ സ്വാധീനമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഈമാൻ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം, ഒരു മനുഷ്യൻ്റെ അമൽ, ഒരു മനുഷ്യൻ്റെ ഇൽമ്, ഇതിലെല്ലാം ലജ്ജ നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കും. കാരണം യഥാർത്ഥ ഈമാനുള്ളവർക്ക് ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് എതിരായ പ്രവൃത്തികൾ വരുമ്പോൾ നമ്മുടെ ഈ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ,
നമ്മൾ പരിശുദ്ധമായ ഈമാൻ കൈമുതലാക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളിൽ അലിഞ്ഞ് ചേർന്ന് കിടക്കേണ്ട ലജ്ജ അത്രയ്ക്കും ഔന്നിത്യമുള്ളതാണ്, ഉന്നതമായതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലജ്ജ, ഏത് കാര്യം, മോശമായ കാര്യത്തിനോട് സഹകരിക്കരുത്, മോശമായ കാര്യം പറയരുത്, മോശമായ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കരുത്. ഇതെല്ലാം നമുക്ക് ലജ്ജ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇനി എവിടെയും കയറിപ്പോയി ഇടിച്ചു കയറിപ്പോയി സംസാരിക്കുകയും എല്ലായിടത്തും എല്ലാ പ്രവൃത്തിയിലും ഇടപെടുകയും അതിന് അവസാനം ബുദ്ധിമുട്ടുകയും അതിൻ്റെ പേരിൽ ദുഃഖിക്കുകയും വ്യസനിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ലജ്ജയില്ലാത്തതിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ വളരെ സൂക്ഷിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും ക്രയവിക്രയങ്ങളും കൊടുക്കൽ വാങ്ങലും മറ്റുള്ള എല്ലാ വ്യവഹാരങ്ങളിലും നാം ലജ്ജയെ കൈമുതലാക്കുക, മുറുകെ പിടിക്കുക. അങ്ങനെ നമ്മുടെ ഈമാനിനെ നാം പൂർത്തീകരിക്കുക. അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ഒരു ഹദീസ് പഠനം ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ സഹോദരങ്ങളിൽ